പറയുന്നത് രാജി ആവശ്യം അങ്ങ് ഉന്നയിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് MLA സ്ഥാനത്തു നിന്നുള്ള രാജി ഒരു ആരോപണത്തിന് നിലവിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനത്തുള്ള രാജി ആവശ്യം CPM ഉന്നയിച്ചിട്ടില്ല, അങ്ങനെ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ഒരു MLAക്കെതിരായിട്ട് ഇന്നേ വരെ ഇത്ര വ്യക്തതയോടുകൂടിയുള്ള തെളിവുകളുടെ ഒരു പെരുമഴ പ്രവാഹം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഗൗരവപൂർവ്വം ആലോചിക്കണം എന്നാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഇപ്പോഴ് രാഹുലിൻ്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇത്ര ഗുരുതരമായ തെളിവുകളോടുകൂടി വന്ന ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല, തെളിവുകളോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അല്ല, അതൊക്കെ തിരുത്തേണ്ടി വരും. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ കേരളീയ സമൂഹം, അത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കില്ല. അതാണ് വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠന് തിരുത്തേണ്ടി വന്നത്. ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പരാമർശം ഇതിനു മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശരവർഷം പോലെയുള്ള ആരോപണം പെരുമഴയല്ലേ, 1, 2, 3, 4 ഒക്കെയാണ്. സൂര്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞത് ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അന്ന് വന്ന ഒരു ആരോപണത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ട് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ആരോപണമല്ല ഇത്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. ഇത് പൂർണ്ണമായ തെളിവാണ്, തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ്. അതിനെ മൂടി വെച്ചുകൊണ്ട് വേറെ എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും.